എന്തേലും ഉണ്ട്. എന്തോന്ന്? ചട്ടിയും വട്ടികളൊക്കെ. ചട്ടിയും വട്ടിയോ അല്ല, ചിട്ടോട്ടങ്ങൾ. എന്താ കയ്യിൽ? വിരല്. വിരലിൽ എന്താ? നഖം. ഈ കയ്യിൽ എന്താ തൂക്കി വെക്കുന്നേന്ന്? ഒന്നുമില്ല. ഈ കയ്യിൽ എന്താ തൂക്കി വെക്കുന്നേന്ന്? ഒന്നുമില്ല. ഓ, ഇതെന്താന്ന്? ഇത് കവറ്. അതിനകത്തെന്താന്ന്? ഇതിനകത്തൊന്നുമില്ല. എന്റെ മാമനോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. പുള്ളിയെ കാണാൻ എങ്ങനെ കയ്യും വീശി വരുന്നത്. അതാ കവറും കൂടെ എടുത്തത്. സ്വാമിയെ കാണാൻ വേണ്ടി വന്നതാണോ? സ്വാമിയെ കാണാൻ എന്താ ശബരിമല്ലേ? ഇന്നലെ തലക്കടി കിട്ടിയൊന്ന് സ്വാമിനാഥനെ കാണാൻ വേണ്ടി വന്നതാണോ? മാമനറിയോ? അറിയോന്നോ? എന്താ പുരാണ കേട്ടിന് മനസ്സിലായില്ലേ ചോദിച്ചത്? അല്ല, അറിയാന്ന്. ഞാനും പട്ടാളത്തിലായിരുന്നു. 87 നമ്മൾ ഒരുമിച്ച് അതിർത്തിയിലുണ്ടായിരുന്നത്. ഇന്നലെ മാമൻ എന്റെ തലക്കേടി കിട്ടിയതും അതിർത്തിയിൽ വെച്ചാണ്. ഇന്ത്യ അതിർത്തിയിലാണോ? അല്ല, ഞങ്ങളെ പറമ്പിന്റെ അതിർത്തിയിൽ. പുള്ളി ഞങ്ങളുടെ അതിർത്തി ചാരിന്ന് പേടി വലിക്കായിരുന്നു. കള്ളനാണെന്ന് കരുതി ഒരു കവളി വെള്ളെടുത്ത് തലക്കിട്ട് കയറ്റി കൊടുത്തു. ദൈവഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ വെന്റിലേറ്ററിലാന്നാ കേട്ടെ. മാമിയുണ്ടോ? ഇപ്പൊ 10 മണിയല്ലേ ആയുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉച്ചയ്ക്കാ ഉണ്ടെന്ന്. അതല്ല, മാമന്റെ ഭാര്യ കൂടെ ഉണ്ടോന്ന്? ഓ, എന്നെയും രാവി കൊണ്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. കൂടെ ആരാ? ആരുമില്ല. അതല്ല, മാമന്റെ കൂടെ ആരാ ഉള്ളേന്ന്? അതാ അച്ഛനും ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഈ കവറിനി കളഞ്ഞിട്ട്. മാമി പറഞ്ഞ് മാമനെ കാണാൻ വരണ ഒരു ആപ്പിൾ ഓറഞ്ചൊക്കെ കൊണ്ടുവരുമെന്ന്. തിരിച്ചു വരുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞോണ്ട് ചെല്ലണം. മാമിക്ക് മക്കളെക്കൂടെ ഇരുന്ന് കഴിക്കാനാ. മാമ ഈ അവസ്ഥ കിടക്കുമ്പോ അത് മോശമല്ലേ? പിന്നല്ലാതെ. ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കത്തില്ല. നല്ല മോൻ. ജംഗ്ഷനിലുള്ള അണ്ണാച്ചിരെ കടയിൽ കൊടുത്തിട്ടാണ് പൈസ മേടിക്കാൻ. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പോട്ടെ. മാമ മേലോട്ട് പോകാനുള്ള ട്രിപ്പ് പ്ലാനിങ്ങില്ല. അവസാനമായിട്ടൊന്ന് കാണട്ടെ.